ആരോഗ്യം അമൂല്യം. ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി ഉപയോഗവും ദന്താരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ക്രിയേറ്റീവ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ദിവ്യശ്രീ KT. മയക്കുമരുന്ന് ഉപയോഗം വായുടെയും പല്ലുകളുടെ ആരോഗ്യത്തെയും പല്ലുകളുടെ ഘടനയെയും ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും ചില ലക്ഷണങ്ങളാണ് മുന്നേ പ്രകടമാകുന്നത്. ഇതിൽ പല്ലുവേദന, മോണരോഗങ്ങൾ, ഉമിനീരിന്റെ ഉൽപാദനക്കുറവ് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെ ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യത്തേത് വരണ്ട വായ അല്ലെങ്കിൽ സിറോസ്റ്റോമിയ. ഉമിനീരിന്റെ അളവ് കുറയുന്നതിന്റെ പ്രധാന കാരണം മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിൽ പൊതുവെ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. ഇത്തരക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലത്തുള്ള പാനീയങ്ങളായിരിക്കും. ഉമിനീരിന്റെ അളവ് കുറയുന്നത് വായ വരളുന്നതിന് കാരണമാകുന്നു. ദന്തക്ഷയം ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയയെ നീക്കം ചെയ്യാൻ ഉമിനീര് വളരെ അത്യാവശ്യമാണ്. ഇത് കുറയുമ്പോൾ വായയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അടുത്ത കാരണം പല്ല് തേയ്മാനം, ടൂത്ത് ഗ്രൈൻഡിംഗ് അല്ലെങ്കിൽ ബ്രെത്സിസം എന്നും പറയുന്നു. കൊക്കെയിൻ, മെറ്റാഫെറ്റമിൻ, എക്ടാസി, MDMA തുടങ്ങിയ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ അബോധാവസ്ഥയിൽ പല്ലുകൾ തമ്മിൽ അമർത്തുകയോ ഉരസുകയോ ചെയ്യുന്ന ശീലം ഉണ്ടാകാം. ഇത് പല്ലുകൾ പൊട്ടിപ്പോകുന്നതിനും തേഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു. അടുത്തതായി പല്ല് ദ്രവിക്കൽ, ടൂത്ത് ഡീക്കേ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിൽ മധുരമുള്ള ഭക്ഷണങ്ങളോട് ആസക്തി കൂടുകയും വ്യക്തിശുചിത്വം, ദന്തശുചിത്വം, ഓറൽ ആൻഡ് പേഴ്സണൽ ഹൈജീൻ കുറയുകയും ഇതുമൂലം അതിവേഗത്തിൽ പല്ലുകൾ ദ്രവിക്കുന്നതിനും കാരണമാകുന്നു. അടുത്ത കാരണം മോണരോഗങ്ങൾ അല്ലെങ്കിൽ പെരിയോഡോണ്ടൽ ഡിസീസ്. മയക്കുമരുന്ന് ഉപയോഗം മോണകളിലേക്കുള്ള രക്തോട്ടത്തെ സാരമായി തന്നെ ബാധിക്കുന്നു. മോണകൾക്ക് വീക്കമുണ്ടാവുകയും ചെയ്യുന്നു. ഇത് എല്ല് തേയ്മാനവും മോണ ഇറക്കവും തുടങ്ങി പല്ലുകൾ ഇളകുന്നതിനും മോണയിൽ നിന്ന് രക്തം വരുന്നതിനും ഇടയാക്കുന്നു. അടുത്തതായി വായയിലെ അൾസർ അല്ലെങ്കിൽ ഓറൽ അൾസറേഷൻ. ചില ലഹരി വസ്തുക്കൾ വായയുടെ ഉൾഭാഗത്തോ മോണയിലോ വെച്ച് ഉപയോഗിക്കുമ്പോൾ വായിൽ വ്രണങ്ങൾ അഥവാ സോസ് ഉണ്ടാകാനും കോശങ്ങൾ നശിച്ചു പോകാനും സാധ്യതയാകുന്നു. അടുത്തതായി ഞാൻ പറയുന്നത് മെത്ത് മൗത്തിനെ കുറിച്ചാണ്. മെത്ത് മൗത്ത് എന്നാൽ മെറ്റാഫെറ്റാമിൻ, MDMA എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന ഗുരുതരമായ പല്ലുക്ഷയത്തെയും മോണരോഗത്തെയും സൂചിപ്പിക്കുന്ന പേരാണ്. മെത്ത് വായ എന്നും മലയാളത്തിൽ ഇതിനെ അറിയപ്പെടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കറുത്തതോ അഴുകിയതോ ആയ പല്ലുകൾ, ബ്ലാക്ക് ആൻഡ് ടീത്ത്, എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന പല്ലുകൾ, രക്തസ്രാവമുള്ള മോണകൾ എന്നിവയാണ്. ഈ അവസ്ഥ വളരെ വേഗത്തിൽ പല്ലുകളെ നശിപ്പിക്കുകയും ഒടുവിൽ പല്ലുകൾ പൂർണ്ണമായും കൊഴിഞ്ഞു പോകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. മെത്ത് മൗത്തിന്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഉമിനീര് കുറയുന്നതും അമിതമായ സമ്മർദ്ദം മൂലം പല്ലുകൾ കടിക്കുന്നതും വായുടെ ശുചിത്വക്കുറവും അമിതമായ മധുരപാനീയങ്ങളോടുള്ള ആസക്തിയും എന്നിവയാണ്. ഇത്തരം ഗുരുതരമായ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് ജൂൺ 26 ഇന്റർനാഷണൽ ഡേ ഫോർ ഡ്രഗ് അബ്യൂസ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളിയാകാം. നന്ദി, നമസ്കാരം. ലഹരി ഉപയോഗവും ദന്താരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദിവ്യശ്രീ KT.